Hi friends, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആവി പിടിക്കുന്ന ഡിവൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ചേട്ടൻ കമൻറ്റിൽ ആവി പിടിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ആവി പിടിക്കുന്ന ഡിവൈസ് ഉണ്ടാക്കിയിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡപ്പയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഡപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ ഷീറ്റ് മെറ്റലിൻ്റെ 2 കഷ്ണം വേണം. അതിങ്ങനെ ഞാൻ വലിയൊരു ഷീറ്റിൽ നിന്ന് മുറിച്ചെടുത്താണ് ഇങ്ങനത്തെ 2 കഷ്ണങ്ങൾ. അതിങ്ങനെ വളച്ചിട്ട് അതിൻ്റെ ഇവിടെ ഒരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. അങ്ങനെ 2 എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഡപ്പയുടെ ഇവിടെ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണം. ഡപ്പയുടെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെക്കണം ഈ ഷീറ്റ്. നമ്മളിപ്പോൾ ഈ 2 ഷീറ്റും ഇതുമ്മേ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പിന്നിൽ നിന്ന് 2 വയറിങ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഷീറ്റും ഓരോ വയർ വെച്ചിട്ട് ഇതിങ്ങനെ സ്ക്രൂ ചെയ്യുമ്പോൾ 2 ഷീറ്റും തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് സ്ക്രൂ ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഷീറ്റിൻ്റെ മേലെ ഒരു പൈപ്പ് ഇട്ടിട്ട് ഇത് കവർ ചെയ്യാം. ഈ ഷീറ്റ് തമ്മിൽ കൂട്ടിമുട്ടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് ഫ്ലക്സ് ഒട്ടിക്കുന്ന വശമാണ് ഞാൻ ഇപ്പോൾ ഒട്ടിക്ക് ഉപയോഗിച്ചത്. അത് വെച്ച് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ പൈപ്പ് ഒട്ടിച്ചിട്ട് അത് ഉണങ്ങിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ആവി പുറത്തേക്ക് പോകാനുള്ള ഒരു ഹോൾ ഉണ്ടാക്കണമല്ലോ, അതിടാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഹോൾഡ് ആൻഡ് സോൾഡറിങ് ആണെന്ന് വേണമെന്നില്ല, ഒരു കമ്പി പഠിപ്പിച്ചിട്ട് കുത്തിയാലും നമുക്കിങ്ങനെ ഓട്ടിടാം. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം. നമുക്ക് ആ ഹോളിൻ്റെ മേലെ ഒരു പൈപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഫ്ലക്സ് ഒട്ടിക്കുന്ന വശമാണ് ഉപയോഗിക്കണേ. ഇതിപ്പോൾ ഈ സംഭവം ഉപയോഗിക്കുമ്പോൾ ഇവിടെ തൊട്ട് കഴിഞ്ഞ് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അമ്മ തുണിയൊക്കെ അലക്ക ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡിൻ്റെ അടപ്പാണ് എടുത്തേക്കണേ. അത് വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യാം. അതിനായിട്ട് വയറയ്ക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് അതൊന്ന് മുറിച്ച് കൊടുക്കാം നമുക്ക്. നമുക്കിതൊന്ന് ഇത് വെച്ച് കവർ ചെയ്യാം. അതിന് ഞാൻ ഫ്ലക്സ് ഒട്ടിക്കുന്ന വശം വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കാൻ പോണത്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വയറൊക്കെ ഒരു പ്ലഗും കൂടി നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ വയർ പ്ലഗിൻ്റെ ഉള്ളിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കവർ ചെയ്യാം. നമ്മുടെ ആവി പിടിക്കുന്ന ഡിവൈസിൻ്റെ മൊത്തത്തിലുള്ള പണി തീർന്നുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പ്ലഗിൽ കുത്തി വെക്കാം, കറണ്ടിൽ കുത്തി വെക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളം എടുക്കാം. നമ്മളിപ്പോൾ ഈ പാത്രത്തിൻ്റെ ഒരു 3/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടയ്ക്കാം. നമുക്ക് ഇതൊന്ന് ഈ പ്ലഗിൽ കുത്തി വെക്കാം. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാൻ പോകട്ടാ. ഓണാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി നോക്കാം. ഒരു 5 മിനിറ്റ് എന്തായാലും പിടിക്കുന്നുണ്ട് ആവി വരാനായിട്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതൊരു 20 മിനിറ്റിന് മേലെ വെള്ളം ചൂടാവുന്നുണ്ട്. സൈഡിൽ ഇങ്ങനെ വെള്ളത്തുള്ളികളും വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ആവി അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷേ നിങ്ങളാരും നിരാശരാകണ്ട. നമുക്ക് വെള്ളമൊക്കെ ചൂടാക്കാനാണെങ്കിൽ ഈ ഡിവൈസ് പക്കയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ട് ഈ ഡിവൈസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ആവി പിടിക്കാനായിട്ട് എൻ്റെ ഒരു വേറെയും കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ആയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വെച്ചൊന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.